ഏതായാലും വളരെ നിർണായകമായ ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരുപക്ഷെ ഒളിവിൽ പോവുക, മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുക, അങ്ങനെ യാതൊരുവിധ പഴുതും നൽകാതെയാണ് പോലീസ് സംവിധാനം ഇപ്പോൾ വളരെ പെട്ടെന്ന് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തത് എന്ന വളരെ നിർണായകമായ ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഒരുപക്ഷെ ഇത്തരം കേസുകളിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളിൽ, അശ്ലീല പരാമർശങ്ങളിൽ, പൊതുമധ്യത്തിൽ അപമാനിക്കലിലൊക്കെ പോലീസിന്റെ ഒരു ക്വിക്ക് ആക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചു എന്നുള്ളത് നിർണായകമാണ്. അത്രത്തോളം ശക്തമായ പരാതിയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഹണി റോസ് നൽകിയത്. മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി, പോലീസ് മേധാവിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. തുടർന്ന് ഇതാ വളരെ പെട്ടെന്ന് നടപടിയിലേക്ക് പോലീസ് കടന്നു എന്നുള്ളത് അതിനിർണായകമായ ഒരു സംഗതിയായി തന്നെ നമുക്ക് കാണണം. അത് വളരെ പ്രധാനമാണ്. കാരണം ബോബി ചെമ്മണ്ണൂർ എന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ, വ്യവസായ പ്രമുഖനെ അറസ്റ്റ് ചെയ്യാനുള്ള, കസ്റ്റഡിയിലെടുക്കാനുള്ള ആർജവം പോലീസ് കാണിച്ചു എന്നുള്ളത് നിർണായകമായ ഒരു കാര്യം തന്നെയായി മാറുകയാണ്. ബോബി ചെമ്മണ്ണൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളൊക്കെ AR ക്യാമ്പിലെ വളരെ എക്സ്ക്ലൂസീവായുള്ള ദൃശ്യങ്ങളാണിത്. AR ക്യാമ്പിലെ ദൃശ്യങ്ങളാണ്. അവിടെ ബോബി ചെമ്മണ്ണൂരിന്റെ വാഹനമുണ്ട്. അത് അകത്തേക്ക് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിനുള്ളിലേക്ക് ഒരു പക്ഷേ ബോബി ചെമ്മണ്ണൂർ കയറിയേക്കാം. അതിനുശേഷമാണ് ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലേക്ക്, സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരിക എന്ന നിർണായകമായ ഒരു കാര്യം കൂടി. MS അനീഷ് കുമാർ അല്പസമയത്തിനകം പുറത്തേക്ക് ഇറക്കും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും പോലീസിന്റെ നീക്കം എന്താണ് എന്നതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തത ലഭിക്കുന്നില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിഞ്ഞത് ബോബി ചെമ്മണ്ണൂരിന്റെ കാറ് പോലീസുകാർ എടുക്കുന്നു, അത് മുന്നോട്ട് നീക്കുന്നു. ഇപ്പോൾ നമുക്ക് ക്യാമ്പിനുള്ളിലെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ആ വാനൊക്കെ പോകുന്ന ഭാഗത്ത്, ആ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നിൽക്കുന്ന ഭാഗത്തേക്കാണ് കാർ കൊണ്ടുപോയിരിക്കുന്നത്. ഒരുപക്ഷെ ആ ഭാഗത്തെ മുറിയിലേക്ക് വല്ലതും ബോബി ചെമ്മണ്ണൂരിനെ മാറ്റിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം കാർ അടുത്തെത്തിച്ച് ഒരുപക്ഷെ കാറിൽ കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളിൽ തന്നെ ചില മറ്റു വാഹനങ്ങളുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൂരെ ഒരു വാൻ കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ മറുവശത്ത് തന്നെ ചില വാഹനങ്ങളും, ആ വാനിനോട് ചേർന്ന ഭാഗത്ത് കുറച്ച് പോലീസുകാരുണ്ട്. ആ പോലീസ് വാനിന് തൊട്ടു മുമ്പിലായാണ് ബോബി ചെമ്മണ്ണൂരിന്റെ വാഹനം ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വാനിൽ നിന്നും, ആ കാറിൽ നിന്നും വാനിലേക്ക് വല്ലോ മാറ്റി കൂടുതൽ സുരക്ഷിതമായി കൊണ്ടുപോകുന്നതിനുള്ള ഒരു നീക്കമാണോ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തത വരാനിൽ ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു പോലീസുകാരൻ നടന്നു വരുന്നു. അതിന്റെ ഒരു വശത്ത് പോലീസ് എന്നെഴുതിയ വെള്ള നിറത്തിലുള്ള വാനുണ്ട്. അതിന്റെ തൊട്ടുവശത്ത് കിടക്കുന്ന കറുത്ത കാറാണ് അല്പസമയം മുമ്പ് അവിടെ നിന്നും പോലീസുകാർ എടുത്തുകൊണ്ടുപോയത്. എന്തായാലും ആ കാറിനോട് ചേർന്ന് തന്നെ ചില കൂടിയാലോചനകളും ആളുകളും ഒക്കെ നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് അവിടെ നടക്കുന്ന നീക്കം എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തമായ ചിത്രം ലഭിക്കുന്നില്ല. ഒരുപക്ഷെ ആ കാറിലേക്ക് ബോബി ചെമ്മണ്ണൂരുമായി പോലീസ് എത്തിയ ശേഷം നേരിട്ട് ആ കാറിൽ കൊണ്ടുപോകുന്നതിനുള്ള നീക്കം ഒന്നെങ്കിൽ നടക്കുക, അല്ലെങ്കിൽ ഈ കാറിനോട് ചേർന്ന് തന്നെ നിർത്തിയിട്ടിരിക്കുന്ന ആ വാനിൽ കൂടുതൽ പോലീസുകാരുടെ ഒരു സന്നാഹമൊക്കെ ഉണ്ട്. കാരണം ഈ ബോച്ചെ ആർമി എന്നൊക്കെയുള്ള രീതിയിൽ വലിയ ആരാധക വൃന്ദമൊക്കെ സ്വയം സൃഷ്ടിച്ചപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്, ഒരു വ്യവസായ പ്രമുഖൻ കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെയും കൊണ്ട് പോകുമ്പോൾ ഒരുപക്ഷെ പ്രതിഷേധവുമായി ഈ അദ്ദേഹത്തിന്റെ ആരാധകരൊക്കെ എത്താനുള്ള സാധ്യതകളൊന്നും തള്ളിക്കളയാൻ കഴിയില്ല. പോലീസുകാർ ഇപ്പോൾ കാറിനുള്ളിലേക്ക് കയറുന്നത് നമുക്ക് കാണാം. പിൻഭാഗത്തെ 2 ഡോറുകളും അടയ്ക്കുകയാണ്. ഒരു ഡോർ അടയ്ക്കാൻ ഒരുങ്ങുന്നു, അത് അടച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ തൊട്ടപ്പുറത്താണ് ആ വാൻ നിർത്തിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പോലീസ് എന്ത് നീക്കമാണ് നടത്തുന്നത് എന്നത് നമുക്കിപ്പോഴും വ്യക്തമല്ല. ഒരുപക്ഷെ അദ്ദേഹവുമായി പോകുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കായിരിക്കും പോലീസ് സംഘം നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഇത് ഈ ക്യാമ്പിനുള്ളിൽ നിന്നും ഏതാണ്ട് 100-200 മീറ്ററോളം അകലെയാണ് ഈ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നതും നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുകയും ചെയ്യുന്നത്. ഒരു പോലീസുകാരൻ അവിടുന്ന് ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. ഒരുപക്ഷെ ഈ ക്യാമ്പിനുള്ളിൽ കൂടി തന്നെ പുറത്തേക്ക് കടക്കാൻ മറ്റെന്തെങ്കിലും വഴികളുണ്ടോ എന്നത് അതിനുള്ള സാധ്യതകളാണ്, അല്ലെങ്കിൽ അത്തരം ഒരു വഴിയിൽ കൂടെയാണ് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നതെന്ന് നമുക്ക് ചില അവ്യക്തമായ സൂചനകൾ ലഭിക്കുന്നുണ്ട്. കാരണം ഈ കാറ് ഈ ഭാഗത്തേക്ക് വരുന്ന വഴിയിലല്ല നിർത്തിയിട്ടിരിക്കുന്നത്, അത് ആ വഴി ദിശയിലേക്ക് പോകാനുള്ള ദിശയിലാണ് നിർത്തിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് മറ്റ് പുറത്തേക്കുള്ള വഴികളുണ്ടോ എന്നതാണ് നമുക്ക് ഒരു സംശയം വരുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങൾ